പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ചന്ദ്രയുടെ ചതിയൊടുവിൽ മനസ്സിലാക്കുകയാണ് വിജയ് ശങ്കർ. ഇതോടെ വിജയ് ശങ്കർ ആകെ ഞെട്ടിപ്പോകുന്നു. എത്രയും പെട്ടെന്ന് തന്നെ ചന്ദ്രമതിയെ ചെന്ന് കാണുന്ന വിജയ് ശങ്കർ ഇതേ തുടർന്ന്, നീ എന്തിനാണ് എന്നെ ചതിച്ചത്? നിന്നിൽ നിന്ന് ഒരിക്കലും ഞാൻ ഇങ്ങനെയൊരു ചതി പ്രതീക്ഷിച്ചതല്ല. നീ ആ രുക്കുവിൻ്റെയും അച്ചുവിൻ്റെയും ബന്ധം നേരത്തെ അറിഞ്ഞിരുന്നതല്ലേ? അതെ, ഞാൻ അറിഞ്ഞിരുന്നത് തന്നെയാ. പിന്നെ എന്താ നീ അത് എന്നോട് പറയാഞ്ഞത്? നീ മനഃപൂർവ്വം അപ്പോൾ ചതിക്കാൻ ശ്രമിക്കുകയായിരുന്നു അല്ലേ? അതേടോ, ഞാൻ എന്നും തൻ്റെ നിഴലായി തൻ്റെ കൂടെ ഉണ്ടാകുമെന്ന് താൻ കരുതിയോ? എനിക്ക് എൻ്റേതായ ലൈഫുണ്ട്. ഞാൻ അതിനു വേണ്ടി തന്നെയാ ഇത്രയും നാൾ ജീവിച്ചത്, നിങ്ങളുടെ കൂടെ നിന്നത്. എന്നിട്ടും നിങ്ങൾ എനിക്ക് എന്ത് വിലയാണ് നൽകിയത്? എപ്പോഴും നിങ്ങളുടെ അർച്ചനയെ തോൽപ്പിക്കാൻ വേണ്ടി നടന്നു. അവളാണെങ്കിൽ എപ്പോഴും വിജയിച്ചുകൊണ്ട് മുന്നിലേക്കും. ഇതിനിടയിൽ എനിക്ക് എവിടെയാണ് സ്ഥാനം? ഞാനും അവളെ തോൽപ്പിക്കുന്നതിനായി ഒരുപാട് ശ്രമിച്ചതാ, പക്ഷേ ഒന്നും വിജയിച്ചില്ല. ഇതൊന്നും എനിക്കങ്ങനെ സമ്മതിച്ചു തരാൻ സാധിക്കില്ല. അവളെ ഇല്ലാതാക്കണം, അത് തന്നെയാണ് എൻ്റെ ഉദ്ദേശം. അതിനുവേണ്ടി ഞാൻ പലതും ചെയ്യും. ഞാൻ ആ കാര്യം ഉറപ്പിച്ചത് തന്നെയാ. അതുകൊണ്ട് തന്നെയാ ഞാൻ ഈ കാര്യവും ചെയ്തത്. ഇതിന് നിങ്ങളുടെ സൗകര്യമൊന്നും ചോദിക്കാൻ എനിക്ക് സൗകര്യമില്ല. ഇത് കേട്ട് ആകെ ഞെട്ടിപ്പോകുന്ന അയാൾ ഇതോടെ ചന്ദ്രയോട്, നമ്മൾ തമ്മിലുള്ള ബന്ധം ഇവിടെ തീരുകയാ. താനുമായുള്ള ബന്ധമൊന്നും എനിക്ക് വേണ്ടടോ. താനൊരു കാര്യം മനസ്സിലാക്കണം, ഈ സ്വത്തുക്കളെല്ലാം എൻ്റെ പേരിലാണ്, നിൻ്റെ പേരിലല്ല. അതുകൊണ്ട് തന്നെ എന്നെ ഉപേക്ഷിച്ചാൽ നിങ്ങൾക്കൊരു ജീവിതം ഇല്ല എന്ന് മറക്കണ്ട. ഇതോടെ വിജയ് ശങ്കർ ആകെ ഞെട്ടിപ്പോവുകയാണ്. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.